നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പിന് പെട്ടെന്നൊരു എറർ സംഭവിച്ചെന്ന് കരുതുക, നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യണത് എങ്ങനെയെന്ന് അറിയത്തുമില്ല. പക്ഷേ നിങ്ങളുടെ ദൂരെയുള്ള ഒരു സുഹൃത്തിന് അത് എങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ആ സുഹൃത്തിൻ്റെ ഹെൽപ്പ് തേടാൻ സാധിക്കും. അത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ വിൻഡോസിന് കൊടുക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ആ സുഹൃത്തിന് അയാളുടെ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് അയാളുടെ ഡിവൈസിലൂടെ, അയാളുടെ ലാപ്ടോപ്പിലൂടെ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ കാണാനും അത് കൺട്രോൾ ചെയ്യാനും ആ ഒരു എറർ റെക്ടിഫൈ ചെയ്യാനും സാധിക്കും. അതിനുവേണ്ടി വിൻഡോസ് നൽകിയിരിക്കുന്ന ഫീച്ചർ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കീബോർഡിലെ വിൻഡോസ് കൺട്രോൾ ക്യൂ എന്നൊരു കോമ്പിനേഷൻ ഉണ്ട്. അത് കീ പ്രസ് ചെയ്യുക. ക്വിക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ്. ഇവിടെ ഗെറ്റ് ഹെൽപ്പ് എന്നുള്ള ഭാഗത്ത് ഒരു കോഡ് എൻ്റർ ചെയ്യാനായിട്ടുണ്ടാവും. കോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് അയാളുടെ കമ്പ്യൂട്ടറിനകത്ത് എടുത്തിട്ട് ഹെൽപ്പ് സമ്മൺ എന്നത് കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിനകത്ത് ഇതുപോലൊരു കോഡ് ഉണ്ടാവും. ആ കോഡ് അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരണം. ആ കോഡ് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ ഫുള്ളായിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. അയാൾക്ക് അയാളുടെ കമ്പ്യൂട്ടർ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തുള്ള എറർ റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്കാണ് മറ്റൊരാളെ സഹായിക്കേണ്ടതെന്നുണ്ടെങ്കിലും ഇതുപോലെ ഹെൽപ്പ് സമ്മൺ കൊടുത്ത ശേഷം ആ ഒരു കോഡ് എടുക്കുക, അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അയാൾ ആ ഒരു കമ്പ്യൂട്ടറിനകത്ത് അടിച്ച് അലോ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സുഹൃത്തിനെ സഹായിക്കാൻ പറ്റും. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് സ്ക്രീൻ ഷെയർ ചെയ്ത് റിമോട്ട്ലി ആക്സസ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സംവിധാനമാണ് വിൻഡോസ് നൽകിയിട്ടുള്ളത്. ഇത് വിൻഡോസിൻ്റെ പ്രോ വെർഷനുകളിൽ മാത്രമാണ് കിട്ടുക.